ഹായ് സ്റ്റുഡൻസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 4ാം ക്ലാസ്സിലെ മാത്സ് സെക്കൻഡ് പാർട്ടിലെ ഫസ്റ്റ് പാർട്ടാണ്. ചാപ്റ്റർ 7 എന്താണ് പെരുക്കൽ പെരുമ, ഇതാണ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ എന്താണ്, ഫസ്റ്റ് ഒരു ചിത്രമാണ് കൊടുത്തിട്ടുള്ളത്. അയനിമല ഗവൺമെൻറ് LP സ്കൂളിലെ കുട്ടികളും അധ്യാപകരും രക്ഷിതാക്കളും ചേർന്ന് കണക്കുപെട്ടി തയ്യാറാക്കുകയാണ്. നമുക്ക് ചിത്രത്തിൽ കാണാൻ പറ്റും, കണക്കുപെട്ടി ഉണ്ടാക്കുകയാണ്. ഇനി ഫസ്റ്റ് മേധയുടെ കണക്കുപെട്ടി. മേധ തയ്യാറാക്കിയ കണക്കുപെട്ടിയിലെ ടോക്കൺ ബോർഡ് നോക്കൂ. ഇവിടെ ഒരു ബോർഡ് തന്നിട്ടുണ്ട്, ഇതാണ് മേധ തയ്യാറാക്കിയത്. ടോക്കൺ ബോർഡ് നോക്കി പട്ടിക പൂർത്തിയാക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ ഒരു പട്ടിക തന്നിക്കണു. എന്താണ് വരി 1 2 3 വരി ഉണ്ട്. ഈ ഒരു കണക്കുപെട്ടിയിൽ 3 വരി ഉണ്ട്. എത്ര എണ്ണം എന്ന് നമ്മളിവിടെ എഴുതണം. ഓരോന്നിലും 8 എണ്ണം വീതമാണ്. അപ്പം നമ്മൾ ഈ ഒന്നാമത്തെ കള്ളിയിലും 8, രണ്ടാമത്തെ കള്ളിയിലും 8, മൂന്നാമത്തെ കള്ളിയിലും 8 എന്ന് എഴുതി കൊടുക്കുക. പിന്നെ ആകെ എന്നുള്ളതിൽ വരി എണ്ണം എന്നും കൊടുത്തിട്ടുണ്ട്. 3 വരിയാണ് ടോട്ടൽ. അപ്പോൾ ഇവിടെ 3 എന്ന് എഴുതി കൊടുക്കുക. എണ്ണം എന്നുള്ളിടത്ത് 3 വരിയിലും 8 ആണല്ലോ, അപ്പം 3 8 കൂട്ടുക. 3 8 24. അപ്പോൾ ആകെ എണ്ണം എന്നിവിടെ നമ്മൾ 24 എഴുതി കൊടുക്കേണ്ടത്. 8 ടോക്കൺ വീതമുള്ള 3 വരി. ആകെ എത്ര ടോക്കൺ? അതിനെ 3 പ്രാവശ്യം 8 കൂട്ടുക. 8 + 8 + 8. 8നെ നമ്മൾ എന്തുകൊണ്ടാണ് ഗുണിക്കുക? എത്ര 8 ഉണ്ട്? 3. അപ്പോൾ 8 × 3 24. ഓക്കെ. ഇനി മാധവിൻ്റെ കണക്കുപെട്ടി. മാധവ് ടോക്കൺ ബോർഡ് മറ്റൊരു രീതിയിലാണ് വെച്ചത്. ഇതിൽ എത്ര ടോക്കൺ ഉണ്ട്? മാധവിൻ്റെ ടോക്കൺ ബോർഡ് ഇതാ ഈ ഷേപ്പിലാണ് മാധവ് വെച്ചിട്ടുള്ളത്. ഓരോ വരിയിലും 3 എണ്ണം വീതമാണ് വെച്ചിരിക്കുന്നത്. 1 2 3 4 5 6 7 8. 8 വരികളുണ്ട്, 3 എണ്ണം വീതമുള്ളത്. അപ്പം 8 പ്രാവശ്യം 3 കൂട്ടുക. 3 + 3 + 3 + 3 + 3 + 3 + 3 + 3. 8 പ്രാവശ്യം 3 എഴുതുക. അപ്പോൾ ഇവിടെ എത്ര കാര്യം ഗുണിക്കേണ്ടി വരിക? 8 × 3. 3നെ 8 പ്രാവശ്യം ഗുണിക്കുക. അപ്പോൾ എത്ര? 24. പിന്നെ ഇവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്? 8 ടോക്കൺ വീതം 3 വരി. 3 ടോക്കൺ വീതം 8 വരി. ഇതിൽ ഏതാ ശരി? ഈ കുട്ടി പറയുന്നതാണ് ശരി. അതായത് 3 ടോക്കൺ വീതം 8 വരി. എന്താണ് 3 തവണ 8? ഇവിടെ 8 തവണ 3. അപ്പോൾ 3 × 8 24ആണ്. 8 × 3 24ആണ്. 3 തവണ 8 8 തവണ 3 24ആണ്. ശരിയാണ്. 3 × 8 8 × 3 24 തന്നെയാണ്. ഓക്കെ. CU 24 ടോക്കൺ മറ്റൊരു രീതിയിൽ വെച്ചത് നോക്കൂ. എങ്ങനെയാണ് CU വെച്ചിരിക്കുന്നത്? ഓരോ കള്ളിയിലും 8 എണ്ണം വീതം തന്നെയാണ്, ബട്ട് വേറെ തരത്തിൽ വെച്ചു തന്നെ ഉള്ളൂ. ഓക്കെ. അപ്പോൾ ഇതിൽ 3 × 8 ഓരോ കള്ളിയിലും 8 എണ്ണം ഉണ്ട്. അപ്പോൾ 3 കള്ളിയിലും 8 എണ്ണം ഉണ്ട്. അപ്പോൾ 3 × 8. ഇവിടെ നോക്കൂ, 2 × 4 2 × 4 2 × 4. അതായത് ഇവിടെ ഓരോ കള്ളിയിൽ 2 ബോക്സ് ഉണ്ട്, അതിൽ 4 എണ്ണം ഉണ്ട്. അപ്പോൾ 2 × 4. ഇനി ഇത് മൊത്തത്തിൽ എത്ര എണ്ണം ഉണ്ട്? 3 എണ്ണം ഉണ്ട്. 3 വരി ഉണ്ട് മൊത്തത്തിൽ. അപ്പോൾ 3 × 2 × 4. ഓക്കെ. ഇനി 24 ടോക്കൺ ഇങ്ങനെ വെക്കാമല്ലോ. വേറെ ഷേപ്പിൽ വെച്ചിരിക്കുകയാണ് 24 ടോക്കൺ. ഇത് 4 × 6. 4 കള്ളിയിൽ 6 എണ്ണം വീതമുണ്ട്. അപ്പോൾ 4 × 6. ഇവിടെ ഓരോ 4 എണ്ണത്തിലും 3 എണ്ണം വീതമുണ്ട്. അപ്പം 4 × 3 4 × 3 4 × 3 4 × 3. അപ്പോൾ ഇത് രണ്ടും ടോട്ടൽ 2 എണ്ണം ഉണ്ട്. അപ്പോൾ 2 × 4 × 3. അപ്പോൾ 4 × 6 24ആണ്. 2 × 4 × 3 26ആണ്. ഈ 2 × 4 × 3 എങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ ആദ്യം 4 × 3 ചെയ്ത് നോക്കുക. എത്രയാണ്? 12. അപ്പോൾ 12 × 2 ചെയ്യുമ്പോൾ 24. അങ്ങനെയാണ് ഇത് ചെയ്യുക. പിന്നെന്താണ്? 8 എണ്ണം വീതമുള്ള 4 വരി ആയാൽ ആകെ എത്ര ടോക്കൺ ഉണ്ടാവും? അങ്ങനെയാണ് 8 എണ്ണം വീതമുള്ള 4 വരി ആവുമ്പോൾ 8 + 8 + 8 + 8 32. അപ്പോൾ ഇവിടെ ഇങ്ങനെ ഇൻറ്റു ചെയ്യുമ്പോൾ 4 × 8 ആണ് ചെയ്യേണ്ടത്. 4 വരിയിലും 8 എണ്ണം വീതമുണ്ട്. അപ്പോൾ 4 × 8 ചെയ്താൽ 32. പിന്നെ ഈ 4 × 8 നമുക്ക് വേറെ രീതിക്ക് എഴുതാൻ പറ്റും. എങ്ങനെ എഴുതുക? ഇങ്ങനെയാണ്. ഇവിടെ 2 ഇൻറ്റു കൊടുത്തിട്ടുണ്ട്.
പിന്നെ 2 ഇൻറ്റു 8, കാരണം 4 ഇൻറ്റു 8 32. അപ്പോൾ അപ്പുറത്തെ സൈഡിലും 32 തന്നെ വരണം. അപ്പോൾ ഇവിടെ 2 കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ എത്രയാണ് അവിടെ കൊടുക്കേണ്ടത്? 2 ഇൻറ്റു 8 കൊടുക്കേണ്ടത്. അപ്പോൾ ആ 2 ഇൻറ്റു 8 ചെയ്താൽ 16. 16 ഇൻറ്റു 2 എത്രയാണ്? 32. അപ്പോൾ രണ്ട് സൈഡും ഈക്വലായി. പിന്നെ 8 എണ്ണം വീതമുള്ള 6 വരി ആയാൽ ആകെ എത്ര ടോക്കൺ ഉണ്ടാവും? 6 ഇൻറ്റു 8 എത്രയാണ്? 1 8 8, 2 16, 3 8 24, 4 8 32, 5 8 40, 6 8 48. 6 8 48. അപ്പം മൊത്തം അതിൽ 48 ടോക്കൺ ഉണ്ടാവും. അപ്പോൾ ഇവിടെ 32 പ്ലസ് ഡാഷ് എന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പം 32ഉം പിന്നെ എത്രയും പാടെ കൂട്ടിയാലാണ് നമുക്ക് 48 എന്ന് കിട്ടുക. 16. 48 നിന്ന് 32 കുറച്ചാൽ മതി. അപ്പം 16. 32 പ്ലസ് 16 ചെയ്യുമ്പോൾ 48 എന്ന് കിട്ടും. ഓക്കെ, പിന്നെ നമുക്ക് 6 ഇൻറ്റു 8 എന്ന് ഇവിടെ തന്നിട്ടുണ്ട്. പിന്നെ അപ്പുറത്തെ സൈഡ് എങ്ങനെ ഈക്വലാക്കാം? 6 ഇൻറ്റു 8 എങ്ങനെ എഴുതാം? നമുക്ക് 3 ഇൻറ്റു 4 ഇൻറ്റു 4 എന്ന് എഴുതാൻ പറ്റും. കാരണം 4 ഇൻറ്റു 4 ആദ്യം ചെയ്യുക. അപ്പോൾ 16. 16 ഇൻറ്റു 3 ചെയ്താൽ 48. ഓക്കെ, ഇനി ടോക്കൺ കൊണ്ടുള്ള ചതുരം. ശ്രവ്യയുടെ ടോക്കൺ ബോർഡ് നോക്കൂ. ചിത്രത്തിൽ ആകെ എത്ര ടോക്കൺ? 8 ടോക്കൺ വീതം 12 നിര. അപ്പോൾ എത്ര എണ്ണമായിരിക്കും? 8 ടോക്കൺ വീതം 12 നിര എന്ന് പറയുമ്പോൾ 8 ഇൻറ്റു 12 ചെയ്യുക. ഇങ്ങനെയാണ് നോക്കുന്നത് എത്ര നിരയാണെന്ന്. 1 2 3 4 5 6 7 8 9 10 11 12. 12 നിരയിലും 8 ടോക്കൺസ് ഉണ്ട്. അപ്പോൾ മൊത്തം 96 ടോക്കണുകൾ ഉണ്ട് ഇതിൽ. 12 ഇൻറ്റു 8 ചെയ്താൽ 12 നിരയെ 10ഉം 2ഉം ആക്കി മാറ്റിയാലോ? ഈ 12 നിരനെ നമ്മൾ 10 എണ്ണം വേറെയും പിന്നെ 2 വരി വേറെ ആക്കി മാറ്റി. അപ്പോൾ എന്താ ഉണ്ടാവുക? വലിയ ചതുരത്തിലെ ടോക്കണ്, ഒരു നിരയിലെ ടോക്കൺ. ഒരു നിരയിൽ എത്ര എണ്ണം ഉണ്ട്? 1 2 3 4 5 6 7 8. 8 എന്ന് ഇവിടെ എഴുതി കൊടുക്കുക. എത്ര നിര ഉണ്ട്? നിരകളുടെ എണ്ണം 1 2 3 4 5 6 7 8 9 10. 10 എണ്ണമാണല്ലോ. അപ്പോൾ അവിടെ 10 എന്ന് എഴുതി കൊടുക്കുക. അപ്പോൾ ആകെ ടോക്കൺ എങ്ങനെ വരിക? ഈ 10 ഇൻറ്റു 8 ചെയ്യുക. ഓക്കെ, 80. പിന്നെ ചെറിയ ചതുരത്തിലെ ടോക്കൺ ആണെന്നുണ്ടെങ്കിൽ ഒരു നിരയിൽ എത്ര ടോക്കൺ ഉണ്ട്? 8 എണ്ണം തന്നെ. നിരകളുടെ എണ്ണം 1 2 2 ആകെ ടോക്കൺ എത്ര ഉണ്ടാവുക? 2 ഇൻറ്റു 8 ചെയ്യുക. ഓക്കെ, അപ്പോൾ 16 എണ്ണം. ഇനി ബോർഡിലെ ആകെ ടോക്കൺ. 10 ഇൻറ്റു 8 80 ഉണ്ട്. പ്ലസ് 2 ഇൻറ്റു 8 16 ഉണ്ട്. 80 പ്ലസ് 16 96. ഇതാണ് ബോർഡിൽ ആകെയുള്ള ടോക്കൺ. പിന്നെ വേറെ ഒരു ഇത് തന്നിട്ടുണ്ട്, ഇങ്ങനെയും കണക്കാക്കാം എന്ന് പറഞ്ഞിട്ട്. എങ്ങനെയാണ്? 12 ഇൻറ്റു 8. ഞാൻ ആദ്യം പറഞ്ഞ പോലെ മൊത്തത്തിൽ ആ വലിയ ബോർഡിൽ 12 ഇൻറ്റു 8 ചെയ്യുക. 12 ഇൻറ്റു 8 ചെയ്യുമ്പോൾ 16ലാണ് 8 ഇൻറ്റു 2, 80ലാണ് 8 ഇൻറ്റു 10. അപ്പോൾ 80ഉം 16ഉം 96. ടോക്കൺ ഒന്നുമില്ലാതെ എങ്ങനെ കണക്കാക്കാം? ടോക്കൺ ഒന്നുമില്ലാതെ ഇങ്ങനെ 10 8 2 എന്ന് കൊടുത്താൽ നമുക്ക് അറിയാൻ പറ്റും 10 നിരയിലും 8 ടോക്കൺ ഉണ്ടെന്ന്. അപ്പോൾ അതാ ഇവിടുത്തെ 2ഉം കൂടി ഗുണിക്കുക. 10 ഇൻറ്റു 8. ഇവിടുത്തെ 8ഉം ഈ 2ഉം കൂടി ഗുണിക്കുക. 2 ഇൻറ്റു 8 16. സിമ്പിളാണ്. അപ്പോൾ ഇതിൻ്റെ 2 ആൻസറും കൂടി കൂട്ടിയാൽ മൊത്തത്തിൽ കിട്ടും. 12 ഇൻറ്റു 8 കണക്കാക്കാൻ 10നെ 8 കൊണ്ട് ഗുണിച്ച സംഖ്യയും 2നെ 8 കൊണ്ട് ഗുണിച്ച സംഖ്യയും കൂട്ടിയാൽ മതി. ഇനി 12 ഇൻറ്റു 8 എങ്ങനെ കണക്കാക്കുക? 10നെ 8 കൊണ്ട് ഗുണിച്ച സംഖ്യ 80, 2നെ 8 കൊണ്ട് ഗുണിച്ച സംഖ്യ 16. രണ്ടും കൂടി കൂട്ടിയാൽ മതി. ഓക്കെ, ഇനി ഗുണിച്ചും കണക്കാക്കാം. ഇനി 13 ഇൻറ്റു 5 എന്ന് കൊടുത്തിട്ടുണ്ട് ഇവിടെ. അപ്പോൾ എങ്ങനെയാണ്? 13 ഇൻറ്റു 5 പറഞ്ഞാൽ 65ആണ്. അപ്പോൾ 10 5. ഫസ്റ്റ് നിരയിൽ 10 ഇൻറ്റു 5. 5 എത്രയാണ്? 50. പിന്നെ 3ഉം 5ഉം. 3 ഇൻറ്റു 5 3 5 15. ഓക്കെ, അപ്പോൾ ആൻസർ എത്രയൊക്കെയാണ്? 50 പ്ലസ് 15 എത്രയാണ്? 65. അതാണ് ഈ 13 ഇൻറ്റു 5. പിന്നെ ഇവിടെ 23 ഇൻറ്റു 5 കൊടുത്തിരിക്കുന്നത്. 23 ഇൻറ്റു 5 എത്ര? 115. അപ്പോൾ ഫസ്റ്റ് ഇവിടെ 20ഉം 5ഉം. 20 ഇൻറ്റു 5 100ഉം 3 ഇൻറ്റു 5 15ഉം. അപ്പോൾ എത്രയാണ്?
115. ഓക്കെ. ഈ രീതിയിൽ 14 × 6, 24 × 3 എന്നിവ നോട്ട്ബുക്കിൽ ചിത്രീകരിക്കൂ. നിങ്ങളോട് അതാണ് പറഞ്ഞിരിക്കുന്നത്. ഇതേമാതിരിക്ക് 14 × 6. എങ്ങനെ 14 × 6 ചെയ്യുക? 14 × 6 84 വരിക. പിന്നെ 24 × 3 72. അപ്പോൾ ഇത് രണ്ടും കൂടി ഇതേപോലെ ചെയ്യുക. ഓക്കെ. ഇനി അടുത്തത് പൂരിപ്പിക്കൂ. 18 × 5. അങ്ങനെ 18 × 5 എത്രയാണ്? 90. അത് നമുക്ക് എങ്ങനെ നമ്മൾ കണ്ടുപിടിക്കുക? 18 × 5 എന്ന് തന്നിട്ടുണ്ടെങ്കിൽ ആദ്യം നമ്മൾ 10 × 5 ചെയ്യുക. പിന്നെ 8 × 5 ചെയ്യുക. 50 + 40 കിട്ടും 90. ഓക്കെ. 5 50, 8 5 40. പിന്നെ 16 × 5 തന്നാൽ നമ്മൾ ആദ്യം ഇതേപോലെ തന്നെ 10 എന്നാണ് ഇവിടെ ചേർക്കേണ്ടത്. 10 × 5 + 6 × 5. അപ്പോൾ 10 × 5 50 + 6 × 5 എത്രയാണ്? 30. അപ്പോൾ 50 30 80. പിന്നെ 13 × ഏതാ ചെയ്യേണ്ടത് എന്നറിയോ? 5 അല്ല 3 ആണ്. കാരണം ഇവിടെ നോക്കൂ, ഇവിടെ 3 കൊണ്ടാണ് ഗുണിച്ചിട്ടുള്ളത്. ഇവിടെ കാണാൻ പറ്റും 3 കൊണ്ടാണ് ഗുണിച്ചിട്ടുള്ളത് രണ്ടിടത്തും. അപ്പോൾ ഇവിടെ 3. അപ്പോൾ നമ്മൾ 13 × 3 ആണ് ചെയ്യേണ്ടത്. അപ്പോൾ എങ്ങനെയൊക്കെ എഴുതാൻ പറ്റും? 10 × 3 3 × 3. എത്രയാണ്? 10 × 3 30 + 3 × 3 9. അപ്പോൾ 30 9 39. അടുത്തത് 4 കൊണ്ടാണ് ഗുണിക്കേണ്ടത്. ഇവിടെ എത്ര വരുമെന്ന് നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കുക? എങ്ങനെ മനസ്സിലാക്കുക? നമ്മൾ ഇവിടെ തരുന്നതാണ് 10ഉം ബാക്കിയായിട്ട് ഇട്ട് കൊടുക്കുന്നത് ഈ രണ്ട് സ്ഥലത്തും. അപ്പോൾ ഇവിടെ ഫസ്റ്റ് ഉള്ളത് ഏതൊക്കെയാണ്? 10ഉം 3ഉം. അപ്പോൾ 10ഉം 3ഉം 13. ഇവിടെ 13 ആണ് നമ്മൾ ഇട്ട് കൊടുക്കേണ്ടത്. 13 × 4. 13 × 4 നമ്മൾ എങ്ങനെയൊക്കെ എഴുതുക? 10 × 4 3 × 4. എത്രയാണ്? 10 × 4 40 + 3 × 4 12. അപ്പോൾ 40ഉം 12ഉം 52 മൊത്തം. ഓക്കെ. ഇനി 10ഉം 3ഉം തന്നെയാണ് ഇവിടെ ഫസ്റ്റിലുള്ളത്. അപ്പോൾ ഇവിടെ 13. 13 × 7 ആണ് അവിടെ വരിക. അപ്പോൾ അതെങ്ങനെയൊക്കെ എഴുതുക? 10 × 7 എന്ന് എഴുതും, 3 × 7 എന്ന് എഴുതും. 10 × 7 70 + 3 × 7 21. 70ഉം 21 എത്ര? 91. ഓക്കെ. അപ്പോൾ ഇത് സിമ്പിളാണ്. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി അടുത്തത് ഗുണനം എന്തെളുപ്പം. ഫസ്റ്റ് 15 × 30 എത്രയെന്ന് കണക്കാക്കാമോ? 15 × 30 നമ്മൾ എങ്ങനെ എഴുതുക? 10 × 30 + 5 × 30 ചെയ്യുക. 10 × 30 എത്രയാണ്? നമ്മൾ 30നെ 10 പ്രാവശ്യം കൂട്ടിയാൽ 300 + 5 × 30 എത്ര? 5 × 30 ആകുമ്പോൾ 300ൻ്റെ പകുതി 150. അപ്പോൾ 10 × 30 300ഉം 5 × 30 150ഉം കൂടി കൂട്ടിയാൽ മൊത്തം 450. ഇനി മറ്റേതെങ്കിലും വഴിയുണ്ടോ ഇത് കണ്ടുപിടിക്കാനായിട്ട്? 15 × 3 എത്രയാണ്? 3 30. പിന്നെ 5 × 3 എത്ര? 15. അപ്പോൾ 30ഉം 15ഉം കൂടി കൂട്ടിയാൽ 45. പിന്നെ 15 × 30 എത്രയാണ്? 15 × 30 450. ഇനി 40 × 30 എത്രയാണ്? നമ്മൾ എന്തായാലും ചെയ്ത് നോക്കുക. നമുക്കിവിടെ 2 വഴി തന്നിട്ടുണ്ട്. 4 × 3. 4 × 3 എത്രയാണ്? 12. 4നെ 3 പ്രാവശ്യം കൂട്ടിയ 12. അപ്പോൾ 10 × 10 100. നമ്മൾ എന്താ ചെയ്യേണ്ടത്? കിട്ടിയ 2 ആൻസറും കൂടി ഗുണിക്കുക. അതായത് 100 × 12. 100 × 12 എത്രയാണ്? 1200. അപ്പോൾ 40 × 30ൻ്റെ ആൻസർ 1200. ഇനി അടുത്തത് 70 × 70 ചെയ്യാൻ വേണ്ടിയിട്ട് 7 × 7. 7 × 7 എത്ര? 49. 10 × 10 100. അപ്പോൾ 100 × 49 4900. അപ്പോൾ 70 × 70 4900. അത് എങ്ങനെയെന്നറിയോ? നിങ്ങൾക്കിപ്പോൾ 7 × 7 49ഉം 10 × 10 100 എന്നും കിട്ടിയാൽ ഈ 49 കൂടെ ആ 100 ഇട്ട് കൊടുക്കുക. 49ഉം പിന്നെ 100ത്തെ 2 0. 4900. ഓക്കെ. ഇനി ഇവ മനക്കണക്കായി പറയാനാണ് ഇവിടെ തന്നിട്ടുള്ളത്. പറയുന്നത് മനക്കണക്ക് മീൻസ് നമ്മൾ മനസ്സിൽ കൂട്ടുക. അതായത് 30 × 3 എത്ര? അത് നമുക്കറിയാം. 30 30 30 30 × 3 90. ഇനി 60 × 4 ആണെന്നുണ്ടെങ്കിലോ 4 പ്രാവശ്യം 60 നമ്മൾ മനസ്സിൽ കരുതുക. 60 60. അല്ലെങ്കിൽ എന്ത് ചെയ്യുക? 4 × 6 ചെയ്യുക. 1 6 6 2 6 12 3 6 18
4 6 24 എന്നിട്ട് ആ 0 കൂടി ചേർക്കുക. അപ്പോൾ 240. 50 × 3 എങ്ങനെ ചെയ്യുക? 3 × 5 15. 15 കൂടെ 0 കൂടി ചേർക്കുക 150. ഇനി 40 × 40 ആണെന്നുണ്ടെങ്കിലോ 4 × 4 16. 16 കൂടെ ഈ 2 0 കൂടി ചേർക്കുക. ഓക്കെ, അപ്പോൾ ആൻസർ കിട്ടി 1600. ഇനി നെക്സ്റ്റ് കളങ്ങൾ പൂരിപ്പിക്കാനാണ്. എന്താണ്? 24 ടോക്കൺ ഏതെല്ലാം രീതിയിൽ ചതുരമായി ക്രമീകരിക്കാം? പൂരിപ്പിക്കൂ. 24 ടോക്കണിനെ എങ്ങനെയൊക്കെ നമുക്ക് ഇതാക്കാം, അതെങ്ങനെ നോക്കിയാൽ മതി എന്നറിയോ? ഏതൊക്കെ ഗുണിച്ചാൽ നമുക്ക് 24 കിട്ടും എന്നുള്ളത് നോക്കിയാൽ മതി. അപ്പം 3 × 8 അത് നമുക്ക് 3 വരിയിൽ 8 എണ്ണമായിട്ട് കൊടുക്കാം. 3 × 8 24. പിന്നെ 8 × 3 8 വരിയിൽ 3 എണ്ണമായിട്ടും കൊടുക്കാം. പിന്നെ എങ്ങനെയൊക്കെ കൊടുക്കാം? പിന്നെ നമുക്ക് 2 × 12. 2 × 12 പറയുമ്പോൾ 2 കള്ളിയിൽ 12 എണ്ണം വീതം കൊടുക്കാൻ പറ്റും. 12 × 2 കൊടുക്കാൻ പറ്റും. 12 കള്ളിയിൽ 2 എണ്ണം വീതം. പിന്നെ 6 × 4 6 കള്ളിയിൽ 4 എണ്ണം വീതം. പിന്നെ 4 × 6 4 കള്ളിയിൽ 6 എണ്ണം വീതം. നമുക്ക് 1 × 24 കൊടുക്കാം. ഒരു കള്ളിയിൽ 24 എണ്ണം. പിന്നെ 24 × 1 കൊടുക്കാം. 24 കള്ളിയിൽ 24 നിരയിൽ ഓരോന്ന്. ഓക്കെ, ഇതിനെങ്ങനെ അറേഞ്ച് ചെയ്യാം? 3 × 8നെ 3 × 8 ആണെന്നുണ്ടെങ്കിൽ അപ്പോൾ നമുക്ക് 3 × 2 × 4 2 × 4 എന്ന് കൊടുക്കാം. കാരണം ഈ 4 2 × 4 8 8 × 3 ചെയ്യുമ്പോൾ 24 തന്നെ കിട്ടുക. പിന്നെ 2 × 12 24. പിന്നെ അതിനെങ്ങനെ എഴുതാം? 2 × 4 × 3 അതെങ്ങനെ വരും? 3 × 4 ചെയ്താൽ 12 12 × 2 24. പിന്നെ 2 × 12 2 × 6 × 2 എടുക്കാം. കാരണം 6 × 2 12 12 × 2 24. ഓക്കെ, ഇനി 4 × 6 എങ്ങനെ കൊടുക്കാം? 4 × 2 × 3. പിന്നെ അടുത്തത് 3 × 12 3 × 12 എത്ര? 36. 36 നമുക്ക് എങ്ങനെ കൊടുക്കാം? 3 × 6 × 2 കൊടുക്കാം. ഓക്കെ, അപ്പോൾ ആൻസർ ഇവിടെ എത്ര ചോദിച്ചിട്ടുണ്ട്? എത്രയാണ്? 36. പിന്നെ 3 × 12 തന്നെയാണ്. നമുക്ക് എങ്ങനെ കൊടുക്കാം? 3 × 12ന് ഒരു വഴിയിലും കൂടി കൊടുക്കാൻ പറ്റും. അവിടെ 6 എന്ന് എഴുതിയിട്ടുണ്ട്. അപ്പം നമുക്ക് 6 × 1 × 6 തന്നെ കൊടുക്കാം. അപ്പോൾ 36. ഓക്കെ, അപ്പോൾ ഈ വീഡിയോ ഇവിടെ വെച്ച് നിർത്തുകയാണ്. ഇനി ഇതിൻ്റെ ബാക്കി പാർട്ട് വരുന്നതായിരിക്കും. ഇത് നല്ല ലെങ്ത്ത് കൂടുകയാണ്, അതുകൊണ്ടാണ് സ്റ്റോപ്പ് ആക്കുന്നത്. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്.